ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന തിക്കും തിരക്കും ലഹളയൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ടൂറ് പോണങ്ങാട്ടും മുന്നേ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ പോണ ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ട്രിപ്പ് പോണത്. അപ്പോൾ അപ്പയുടെ വീട്ടിലത്തെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഒരു 1 ഡേ ട്രിപ്പ് പോലെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ പല തവണ പോയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എത്ര തവണ ആ സ്ഥലത്തേക്ക് പോയിടുന്നത്, അത്രയും അധികം വിഷ്ണുവിനെ കൊണ്ടുപോയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നെല്ലിയമ്പതിക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഗൈസ്, അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ തലേ ദിവസത്തെ തള്ളലും മറക്കലും കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ ചുള്ളന്മാരായിട്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിലൊക്കെ കയറി എല്ലാവരും സെറ്റായി. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ ട്രിപ്പിന് ജോയിൻ ചെയ്തു. അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻറ്റിമാരേനെ ഇങ്ങനെയൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. പേപ്പനും ആൻറ്റിമാരും അപ്പനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു ടൂറ് സ്വപ്നത്തെ പോലും കണ്ടിട്ടില്ല എന്ന് പറയാം. ഇങ്ങനെ നമ്മുടെ കസിൻസ് മാത്രമായിട്ടുള്ളൊരു ട്രിപ്പ് കേട്ടോ. അപ്പോൾ ഗൈസ്, അങ്ങനെ വഴിയിൽ നിന്ന് അപ്പേനെ അമ്മേനെ എടുക്കണമായിരുന്നു. കാരണം നിങ്ങൾക്കറിയാലോ, അപ്പയ്ക്ക് സ്റ്റോക്ക് വന്നിട്ടിരിക്കുന്ന കാരണം തന്നെ വല്ലാത്ത സ്പീഡിൽ നടക്കാൻ പറ്റില്ല. പക്ഷേ ആൾക്കതിൻ്റെ ഒരു അഹങ്കാരം ഇല്ല കേട്ടോ ഗൈസ്. അങ്ങനെ ആളവിടെ നിൽക്കുന്നുണ്ട് ചുള്ളനായിട്ട്. അപ്പോൾ അവരേനെയും കയറ്റിയിട്ട് നമ്മൾ പോവാണ്. ഇനി പോണ വഴിക്കും നമുക്ക് 2 പേരെ എടുക്കാണ്ട് കേട്ടോ. ഞാൻ ക്ഷണിച്ച് പിന്നെ ഇതുപോലൊരു ട്രിപ്പ് പോയിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടെ ഒത്തുകൂടാറുണ്ട്. അതെന്തെങ്കിലുമൊക്കെ വിശേഷത്തിന് നമ്മുടെ ഫാമിലി ഫുൾ ഒത്തുകൂടി കഴിഞ്ഞാൽ ഒരു ലഹളമയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഒത്തുകൂടി പുറത്തൊരു ലഹളം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞ വഴിക്കാനൊരു ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് നമ്മളങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതുവരെ ടൂർ പോവാത്തവരും ടൂർ പോകുന്നവരും ഒക്കെ ഇങ്ങനെ നമ്മുടെ ഫാമിലി ആയിട്ടൊന്ന് ടൂർ പോയി എൻജോയ് ചെയ്ത് നോക്കിട്ട. എപ്പോഴും നമ്മൾ കസിൻസ് പിള്ളേർ ഒക്കെ ആയിട്ടുള്ള വൈബ് ഒഴിച്ച് വെച്ച് നമ്മുടെ ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറൊരു വൈബാണ് കേട്ടോ. കാരണം നമ്മുടെ ആൻറ്റിമാരും അച്ഛന്മാരും പേപ്പന്മാരും എല്ലാവരും കൂടിയിട്ട് പോകുന്നൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അത് വളരെ സ്പെഷ്യലാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. പിന്നെ നമ്മൾ ഗൈസ് സ്റ്റാർട്ട് ചെയ്യാനിട്ട് നമ്മുടെ ഡാൻസും പ്രോഗ്രാമും. ഇത്രയും ദിവസം വീടിൻ്റെ ഉള്ളിലെ റൂമിലും മുറ്റത്തായി കിടന്ന് നടന്നിരുന്ന എൻ്റെ അപ്പയ്ക്കുണ്ടല്ലോ, ഇന്നെന്തോ വലിയൊരു കാര്യം കിട്ടിയ പോലെയായിരുന്നു. പിന്നെ ഒരു കാര്യം കേട്ടോ, എൻ്റെ അപ്പയ്ക്ക് എപ്പോൾ വയ്യാണ്ടായാലും അപ്പയുടെ കസിൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആൾക്ക് എവിടുന്നാന്നറിയില്ല 100% ആൾ പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും, എത്ര വയ്യായി ഉണ്ടെങ്കിലും കേട്ടോ. കാരണം ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ആളുടെ കസിൻസിൻ്റെ കൂടെ, ആളുടെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ എൻജോയ് ചെയ്യുക, പുറത്തേക്ക് പോകുന്ന പറഞ്ഞാൽ. കാരണം ഈ ഒരു ട്രിപ്പ് സത്യം പറഞ്ഞാൽ എൻ്റെ അപ്പനായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക ഗൈസ്. കാരണം ഇത് അപ്പയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത് തന്നെ. കാരണം സ്റ്റോക്ക് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പണ്ട് വീട്ടിൽ 1 മിനിറ്റ് ഇരിക്കാത്ത എൻ്റെ അപ്പ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിലിങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കും. കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമവും. അപ്പോൾ അപ്പയ്ക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. എനിക്കെന്നെ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പനെ എങ്ങനെ നടത്തിക്കണം, പുറത്തേക്ക് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ. പക്ഷേ ആൾക്ക് ഞങ്ങൾ മാത്രമായിട്ട് നമ്മുടെ കൂടെ മാത്രമായിട്ട് വരുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ, അതിൻ്റെ ഇരട്ടി. എൻ്റെ അപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ. അപ്പൻ്റെ ചേച്ചിമാർ, അവരുടെ മക്കൾ, അനിയൻ. അപ്പോൾ അവരുടെ കൂടെ ഒരു കിട്ടുന്ന സന്തോഷം ഒരിക്കലും 2 പേരായിട്ട് ഒതുങ്ങി പോകുമ്പോൾ കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പെട്ടെന്ന് തന്നെ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. വേഗം പോകണം നമുക്കൊരു ട്രിപ്പ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ പറഞ്ഞ വഴിക്ക് തന്നെ ഓക്കെ പറഞ്ഞ് ശരി നമുക്ക് എന്തായാലും പോകാം, സെറ്റാക്കാം അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് എടുത്തിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഇത്. അങ്ങനെ ഗൈസ്, നമ്മളെല്ലാവരും കൂടെ തുള്ളിച്ചാടാണ്. അതിനിടയിൽ അപ്പയുടെ കുറച്ച് ആക്ഷൻസും ഉണ്ട്. ആൾക്കൊരു കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് തരിപ്പൊക്കെ ആയിട്ട് അങ്ങനെ ശരിക്കും ചെയ്യാൻ പറ്റില്ല, എന്നാലും ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെന്താണ് ഗൈസ്, പിന്നെ നിർത്താതെയുള്ള ഞങ്ങളുടെ ഡാൻസ് കളിയായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട ഗൈസ്, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എല്ലാവരും കിടന്ന് തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ കഴിയുമ്പോൾ ഈ ഇരിക്കുന്ന ആൻറ്റിമാരും വരും കേട്ടോ. പിന്നെ നമ്മൾ ഗൈസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ടാ 2 പേരെയും കൂടെ കയറ്റണമായിരുന്നു. അങ്ങനെ അവരെ നമ്മൾ വെൽക്കം ചെയ്യണത് നിങ്ങൾക്ക് കേൾപ്പിച്ചേരാട്ടോ. നല്ല ഒച്ചപ്പാടിലായിരുന്നു കേട്ടോ ഗൈസ് ഓളിടുണ്ടായിരുന്നത്. അങ്ങനെ തൃശ്ശൂപത്തിൻ്റെ ബാക്കി വെടിക്കെട്ടൊക്കെ നമ്മൾ അവിടെ പോയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തി ഗൈസ്. ഞങ്ങളുടെ ചേച്ചിയുടെ ഡാൻസ് കണ്ടു, കൊച്ചു സ്റ്റെപ്പുകൾ വെച്ച്. പേപ്പനും എല്ലാവരും ഭയങ്കര എനർജി ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഉല്ലസിച്ച് തല്ലുകൂടി തല പൊളിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡാൻസും കാര്യങ്ങളൊക്കെ ഫുൾ ഞാൻ വോയിസിലാണ്ട് ആ പാട്ട് വെച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് സാധിക്കില്ല ഗൈസ്, നമ്മൾക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഭയങ്കരമായിട്ടുണ്ട്. എനിക്കത് കളയാൻ കൂടെ അറിഞ്ഞൂടാ, അതുകൊണ്ടാണ്.
അങ്ങനെ എവിടുന്നൊക്കെയോ ഒരു മല കാണുന്നുണ്ട് കേട്ടോ. ആ മലയുടെ മുകളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ പറയട്ടെ, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നെല്ലിയാമ്പതിക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ദൂരമൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് സുഖമായിട്ട് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്കാണെങ്കിൽ വൺ ഡേ ട്രിപ്പായിട്ട് അങ്ങനെ പോയിട്ട് വരാം. അങ്ങനെ ഒത്തിരി എന്താ പറയുക, ഭയങ്കര സുഖമാണ്. നമുക്കൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് നെല്ലിയാമ്പതി തൃശ്ശൂരുള്ളവർക്കാണെങ്കിൽ ഭയങ്കര എളുപ്പമുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ ചിലപ്പോൾ ഇത് കാണുന്നവരൊക്കെ എന്തായാലും ഒരു 10 തവണയെങ്കിലും അവിടെ പോയിണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ ഗൈസ് ആ വണ്ടിച്ചേട്ടനുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ദേഷ്യം വരുന്നുണ്ടോന്നും കൂടെ അറിയില്ലാട്ടോ. ഞങ്ങളുടെ ഓൾഡിൽ കേട്ടിട്ട് ഞങ്ങൾ ഓരോ സ്ഥലത്തുമ്പോഴും ഓൾഡായിരുന്നു. പണ്ട് സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ സ്റ്റോപ്പിൽ ആരെങ്കിലുമൊക്കെ നിൽക്കണം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ആളുകളെ കാണുന്ന അല്ലെങ്കിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു ഓളിടൽ, സ്പെഷ്യലായിട്ടുള്ള ഒരു ഓളിടലുണ്ട്. അതുപോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്ന് ട്രിപ്പ് പോകുമ്പോൾ. പിന്നെ വെച്ചാൽ നമ്മുടെ അച്ഛന്മാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ആരും ഒച്ചപ്പാട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞില്ല. കാരണം ഞങ്ങളെക്കാൾ കൂടുതൽ ഒച്ചപ്പാട് ഉണ്ടാക്കിയത് അവരാണ് ഗൈസ്. അവരുടെ ഡാൻസും കൂടെ നിങ്ങൾക്ക് ഇതിൽ കാണാം കേട്ടോ. ഫുൾ കവർ ചെയ്യാൻ പറ്റിയിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും കവർ ചെയ്യാൻ പറ്റിയതൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ആളും തുള്ളിച്ചാട്ടത്തിനുണ്ടായിരുന്നു. പിന്നെ ആളൊരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ആൾക്ക് മുൻ സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് ആ ഡ്രൈവറുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. പിന്നെ ഇതിലേക്ക് എൻജോയ് ചെയ്യും. ഫുൾ ടൈം അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, നമ്മൾ എപ്പോഴും കാണിക്കുന്ന കുറച്ച് ആക്ഷൻസ്. അങ്ങനെ പിന്നെ വെറുതെ ചുമ്മാ ഒരു സീറ്റിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതിന് അമ്മേനെയും പിടിച്ച് വലിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്മയും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഈ ട്രിപ്പ് ഭയങ്കര സന്തോഷം. ഇത് എപ്പോഴെപ്പോഴും പറയണില്ല, നല്ല രസമായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായി. പിന്നെ അവരുടെ വണ്ടിയുടെ സീറ്റുമ്പോൾ കയറി. ചിലപ്പോൾ ഈ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കപ്പെട്ടോ. നമ്മൾ സീറ്റുമിലല്ല കേട്ടോ കയറിയത്, ആ സീറ്റിൻ്റെ അവിടെ ഒരു കമ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കയറിയത്. പക്ഷെ അത് ഒടിയില്ല എന്നുള്ള വിശ്വാസത്തിലാണ് കേട്ടോ നമ്മൾ കയറിയത്. പിന്നെ ചേച്ചിയും അനിയനും തമ്മിലുള്ളൊരു യുദ്ധമായിരുന്നു കേട്ടോ. അവരങ്ങനെ ഡാൻസ് കളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടാ ഗൈസ്, അതായത് പോത്തുണ്ടി ഡാം. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്പെഷ്യൽ ചമ്മന്തി കാര്യങ്ങളൊക്കെ എൻ്റെ ഈ നിൽക്കുന്ന മേമയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഇഡ്ഡലി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയും നല്ല ചമ്മന്തിയും നല്ല സാമ്പാറും ചട്നിയും ഇതെല്ലാം ഉണ്ടായിരുന്നു. നമുക്കെല്ലാം വേണം കേട്ടോ. നമുക്ക് ഇഡ്ഡലി കഴിക്കുമ്പോൾ സാമ്പാർ മാത്രമായിട്ട് നമ്മൾ കഴിക്കില്ല, ചട്നി മാത്രമായിട്ട് കഴിക്കില്ല, നമുക്ക് ചമ്മന്തി നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കുരങ്ങനൊക്കെ കൊടുത്ത്, ഈ കുരങ്ങനെ കണ്ടപ്പോഴായിട്ട് എനിക്ക് പഞ്ചിൻ്റെ കാര്യമൊക്കെ ഓർമ്മ വന്നത്. ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ള ആളല്ലേ പഞ്ച്. അപ്പോൾ അതേ ഗൈസ് നമ്മൾ കൊങ്ങനെ ഒരു ഇഡ്ഡലി കൊടുത്തു കേട്ടോ കഴിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കരുതെന്നാണ് പറയുക. കാരണം ഇതുപോലെ ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ അടുത്തൊക്കെ ഇവർ ആക്രമിക്കുന്നതാണ് പറയുക. പക്ഷെ നമ്മൾ കഴിക്കണത് ഇവർ നോക്കിക്കൊണ്ടപ്പം മനുഷ്യന്മാരല്ലേ ഗൈസ്, നമ്മൾക്ക് ആർക്കായാലും സെൻറ്റിമെൻറ്റ്സ് പിന്നെ ഇത്തിരി കൂടുതലുള്ള ഫാമിലിയാണ് നമ്മുടെ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഇഡ്ഡലി കൊടുത്തിട്ട്, പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും, അച്ഛൻ്റെ ഫാമിലി എല്ലാവർക്കും മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. പട്ടി, പൂച്ച അങ്ങനെയുള്ള എല്ലാ സാധനത്തിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരു കുരങ്ങനെ മാത്രം നമ്മൾ വെറുതെ വിടുന്നത് ശരിയല്ലോ. അങ്ങനെ കുരങ്ങനെ നമ്മളൊരു ഇഡ്ഡലിയൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്തു വിട്ടാം. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. നിങ്ങൾക്കറിയാമല്ലോ ആ ഹൈ റേഞ്ച് കയറുമ്പോൾ ഉള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ തേക്കിൻ്റെ മരങ്ങൾ, തേക്ക് തന്നെയല്ലേ ഗൈസ്, എനിക്ക് തേക്കായിട്ടാണ് തോന്നണേ. അങ്ങനെ അവിടെ നിന്ന് ആ പച്ചപ്പും അതൊക്കെ കണ്ട് നമ്മളങ്ങനെ നമ്മുടെ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വേറെ നെല്ലിയാമ്പതി എത്രങ്ങാണ്ട് മുന്നൊരു സ്പോട്ടുണ്ട്, അവിടെ നമ്മൾ നിർത്തുന്നുണ്ട് കേട്ടോ. അവിടെ നിർത്തിയിട്ടാണ് നമ്മുടെ സ്പെഷ്യൽ കുറച്ച് എന്നെന്നും ഓർക്കാനുള്ള കുറച്ച് ഫോട്ടോസ് എടുത്തത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നിന്നിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയെടുത്തു കേട്ടോ. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കുറേ കുരങ്ങന്മാരെ കണ്ട്. ഒരു കുഞ്ഞിക്കുരങ്ങൻ കണ്ട, ഒരു അമ്മക്കുരങ്ങൻ അതിൻ്റെ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചിട്ട് ഇങ്ങനെ പോവാട്ടോ. ശരിക്കും നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ മനുഷ്യന്മാരെന്നെ അതുപോലെ തന്നെ അതിലും കൂടുതൽ കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നണം കുരങ്ങന്മാർ. അങ്ങനെ അതിൻ്റെ കുഞ്ഞിനൊക്കെ എടുത്ത് മോളിൽ പോയിട്ടാ ഗൈസ്. പിന്നെ എൻ്റെ കെട്ടിയവൻ്റെ നല്ലൊരു നാടൻ പാട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാടൻ പാട്ടും ഡാൻസ് കളിയും. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന്, പിള്ളേരൊക്കെ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ എൻ്റെ മെയിൻ ഉദ്ദേശം വീഡിയോ ആണല്ലോ, അത് കാരണം ഞാൻ വീഡിയോ ഒക്കെ നന്നായി കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഇവരുടെ ഈ നാണം കണ്ടോ, ചിരി കണ്ടോ? ആ ചിരി കാണുന്നില്ലേ ഗൈസ് നിങ്ങൾ? പിന്നെ എൻ്റെ പേപ്പറിൻ്റെ ഡാൻസ്. അങ്ങനെ കാരണം ഇനി എന്ത് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാന്ന്. മേമയുടെ ഡാൻസ്, വിഷ്ണുവിൻ്റെ ഡാൻസ്, മൊത്തത്തിൽ ഒരു ഡാൻസ് മയം.
അങ്ങനെ അടുത്തത് നമ്മൾ ഇനി നെല്ലിയാമ്പതി ഏറ്റവും മുകളിൽ ടോപ്പിൽ എത്തിയിട്ടാണ് കേട്ടോ നിർത്തുള്ളൂ. അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇടയിൽ നിർത്തി പോകുക, നമ്മൾ വൺ ഡേ ട്രിപ്പാണ്, എപ്പോഴും നിർത്തി പോകാൻ പറ്റില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള സ്ഥലത്തേക്കും കൂടെ വേറെ പോകണം. നെല്ലിയാമ്പതി മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. നെല്ലിയാമ്പതിയിൽ നിന്ന് നമ്മൾ നേരത്തെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്കും നമുക്ക് പോകണമായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ ഓറഞ്ച് കാച്ചിട്ടുണ്ട്, ഓറഞ്ചിനെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഓറഞ്ചൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ. ഓറഞ്ചിൻ്റെ കുറച്ച് തൈകൾ കണ്ടു എന്നല്ലാണ്ട് ഓറഞ്ചൊന്നും അവിടെ ആയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. ഓറഞ്ചൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പേപ്പൻ ചുള്ളനായിട്ട് സ്പെക്സൊക്കെ വെച്ച് പേപ്പൻ്റെ അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പിള്ളേരെക്കാട്ടും വൈബായിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ പേപ്പനും ആൻറ്റിമാരും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പരൊക്കെ നല്ല വൈബായിരുന്നു ഗൈസ്. ഈ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവർ ഒഴിച്ച് ബാക്കി എല്ലാവരും എർത്തടിച്ച പോലെയായിരുന്നു, ഷോക്ക് അടിച്ച പോലെയായിരുന്നു കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. കാരണം ഫുൾ ടൈം ഇങ്ങനെ വൈബിലായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ നെല്ലിയാമ്പതിയുടെ ടോപ്പിലെത്തിയിട്ട് അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങി. അഞ്ചു ഫോട്ടോ ജസ്റ്റ് വീഡിയോ ഒരു യൂട്യൂബിന്. മാനേജറല്ല മറ്റേ ഗൈഡ്. ചെരുപ്പ് ആരുടെയോ ആണ് കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് രേഷ്മയുടെ ചെരുപ്പ് വാടകയ്ക്ക് എടുത്തിട്ടുള്ളതാണ്. അത് തിരിച്ചു കൊടുക്കും ഞങ്ങൾ. അവിടെ കല്യാണമതിയല്ല മൂന്നാറാന്ന് തോന്നുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ മൂന്നാറാ കണ്ട ഫോട്ടോ ഒരു വഴിക്ക് പോവല്ലേ. ഏതോ അമേരിക്കയ്ക്കും ന്യൂസിലാൻഡിക്കും തോന്നുന്നു പോയിട്ടുള്ളത്, വെൽ മോഡേൺ ആയിട്ട്. ഈ വടി പിടിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ അപ്പം അങ്ങനെ നടന്ന് അതിൻ്റെ ടോപ്പിലേക്ക് പോയിട്ട ഗൈസ്. അതാണ് വേറൊരു പ്രത്യേകത. അത്ര നോക്കില്ല നോക്കപ്പോ. അയ്യോ അങ്ങനെ അവിടെ നിന്ന് പോന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഈ കുരങ്ങന്മാരൊക്കെ എത്രയോ ഭേദം ഗൈസ്. അതിലും വലിയ കുരങ്ങത്തിയോളായിരുന്നു കേട്ടോ ഞങ്ങൾ. ഈ കുരങ്ങന്മാരെങ്ങാട്ടും വലിയ സാധനങ്ങളാണ് നമ്മളന്ന് അവിടെ നിന്ന് പോന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അവർ ചാടി നടക്കണ പോലെ നമ്മൾ ചാടി തുള്ളായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്തത് നമ്മൾ ഫുഡ് കഴിക്കണം. പിന്നെ ഏത് പരിപാടിയാണെങ്കിലും അതിൽ ഫുഡ് മെയിനാണല്ലോ. അപ്പോൾ നമ്മൾ തലേ ദിവസം രാത്രി ഒരു 5-6 മണിക്കൂർ ഇട്ട് വേവിച്ച ചോറും പിന്നെ ചിക്കനും പിന്നെ മീനും ഇതൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ കഴിക്കാൻ പോണത്. പുലർച്ചെ ചോറിന് ചുറ്റും ആൾക്കാർ ഇരുന്നിട്ടാണ് കേട്ടോ അത് വെന്തോ എന്ന് നോക്കുന്നുണ്ടായിരുന്നത്. അത്രയധികം നേരം ഞങ്ങൾ ചോറ് വേവിക്കിട്ടിട്ടുണ്ട്. കാരണം ഗ്യാസ്മേലാണ് ചോറ് വെച്ചത്. പിന്നെ കുറേ അരി ഇട്ടു അറിയാണ്ട്, അളവൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കുറേ അരി അങ്ങോട്ട് വാരിക്കോരി ഇട്ടു. ഇനി ആർക്കും തികയാണ്ട് വരരുത്, എല്ലാവർക്കും ചോറ് തികയണം, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ നമ്മളടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തണം. അപ്പോൾ വണ്ടി അതിന് പറ്റിയൊരു പ്ലേസ് നോക്കി പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം കുറച്ച് നമുക്ക് നമ്മുടേത് മാത്രമായിട്ടുള്ളൊരു സ്പേസ് വേണം ഫുഡ് കഴിക്കാൻ. എപ്പോഴും ഒത്തിരി പേരുള്ള സ്ഥലങ്ങളിലൊന്നും വണ്ടി അങ്ങനെ നിർത്തി നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഈ പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങൾ കണ്ടു. അപ്പോൾ അവിടെ എന്തിരുന്ന് ഫുഡ് കഴിച്ചില്ല കേട്ടോ. കാരണം അത് നല്ലൊരു ഭംഗിയിൽ എടുക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഫുഡ് കഴിച്ച് ചിലപ്പോൾ അവിടെ വൃത്തികേടായാലും എന്ന് വെച്ച് അവിടെ നിന്നൊക്കെ ഒന്ന് മാറി വേറൊരു കുറച്ച് നീങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. ഞങ്ങൾ വെച്ച ഫുഡായതുകൊണ്ട് പറയല്ല കേട്ടോ ഗൈസ്, എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു. ചിക്കൻ കറി ആണെങ്കിലും പിന്നെ എന്താ പറയുക മീൻ കറി ആണെങ്കിലും ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. നമ്മുടെ ഫുഡിൻ്റെ ആ ഒരു ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളതൊക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ടാട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചോറ് കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വിചാരിച്ചിട്ട് ജൈവില്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ചോറ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹൈ പറഞ്ഞോ ഗൈസ്. മൈൻഡ് ചെയ്യാണ്ട് നിക്കണോക്ക് കെട്ടിയാണ്ടിരിക്കുന്നുണ്ട്.
പ്രജിതേച്ചി എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടായില്ലേ? അയ്യോ എന്തൊരു എക്സ്പ്രഷൻ. ഇവളെന്താ ഈ തരി പറിക്കൊണ്ടിരിക്കണേ? മാം എങ്ങനെയുണ്ട് ഫുഡ്? സൂപ്പർ. എല്ലാം കഴിഞ്ഞു ഗൈസ്. ലാസ്റ്റ് ആണ് ഓർമ്മ വന്നത് എന്റെ അവസ്ഥ. അവരെടുത്തു. ആന്റി ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു? ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ഭക്ഷണം ചോറ്, അച്ചാറ്, തോരൻ. സൂപ്പർ. ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടായോ മാമ? ഫുഡ് എങ്ങനെയുണ്ട്? ഇഷ്ടായോ? എന്നൊരു സൂപ്പർ കാണിച്ചേ. മിസ്റ്റർ കണ്ണൻ, ഹൗ വാസ് ദ ഫുഡ്? മൈൻഡ് ഉണ്ടോ നോക്കി? അഹങ്കാരിയായ എന്റെ അപ്പൻ ഗൈസ്. ഒരു ഉറക്കം അത് നല്ലതായിട്ട് നമ്മൾ ഈ പറമ്പിലൊക്കെ ഒന്ന് കിടന്ന് നടന്നായിരുന്നു. അവിടെ 5-6 പേരയ്ക്കൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൂത്തു എന്നറിയാൻ അതിലൊരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല കേട്ടോ ഗൈസ്. അതൊന്നും ചെയ്യരുത് നിങ്ങൾ എന്ന് ഞാൻ പ്രത്യേകം പറയണം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉറങ്ങി. എല്ലാവരും ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരും ഉറങ്ങി. വിഷ്ണു ഉറങ്ങി ഡ്രൈവറുടെ മേത്ത് വീണപ്പോൾ വിഷ്ണുവിനെ ബാക്കോട്ടാക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്. പിന്നെ ഉറക്കം കഴിഞ്ഞ് എണീച്ചപ്പോൾ എല്ലാവരും വേറൊരു വൈബിലായിട്ടാണ്. വല്ലാത്തൊരു വൈബിലായിരുന്നു ഗൈസ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വേഗം പാക്കപ്പ് ചെയ്തത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് ആണ് കൊല്ലങ്കോട് മറ്റേ ഒരു പൂവിൻ്റെയും അതിൻ്റെ ഒക്കെ ഒരു സംഭവം വന്നിട്ടില്ലേ ഗൈസ്. അവിടേക്കാണ് കേട്ടോ നമ്മളടുത്ത് പോകുന്നത്. ചെടി, പൂവ് അങ്ങനെയൊക്കെ ആയിട്ടൊരു പാടം അങ്ങനെ വന്നിട്ടില്ലേ, അവിടേക്ക് പോകാൻ കേട്ടോ. അവിടേക്ക് പോകുമ്പോഴുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു മലയും മലയുടെ ഒരു വ്യൂ ഉള്ള കാരണം തന്നെ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ നിറച്ച് പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം നെക്സ്റ്റ് അങ്ങോട്ടാണ് പോണത്. നമ്മുടെ അവിടുത്തെ പാടമൊക്കെ ഇങ്ങനെ വെട്ടി നികത്തി നമ്മുടെ അവിടെ പാടം ഇല്ലാണ്ടായിപ്പോയി. ഇനി പാടമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ പൈസയൊക്കെ കൊടുത്ത് വേറെ വല്ലയിടത്തും ട്രിപ്പൊക്കെ പോയിട്ട് വേണം കേട്ടോ ഗൈസ് കാണാനായിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ പാടം എത്താറ്. ഇപ്പോഴും ഈ പാലക്കാട് ആ ഒരു ഭാഗത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ഈ പാടവും ഇങ്ങനെ നിൽക്കുന്ന പാടും പറമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഞങ്ങൾ അവിടെ പോയി അതൊക്കെ കണ്ട്. പിന്നെ ഇവിടെയൊക്കെ നിറച്ച് കുഞ്ഞു കടകളുണ്ടാവും. അതും കാണാൻ നല്ല രസമാണ്. ഈ പാടത്തിൻ്റെ ഓരത്ത് ഒരു കുഞ്ഞി പെട്ടിക്കട, അതൊരു ഭംഗിയാണ് കേട്ടോ നമുക്ക്. പക്ഷേ ഇവിടെ താമസിക്കുന്ന ഇവരുടെ അവസ്ഥ നമുക്ക് അറിഞ്ഞൂടാ. നമുക്കതൊക്കെ കാണുമ്പോൾ